അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഊബറിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അക്കൗണ്ട് ശ്രദ്ധിക്കുക, അക്കൗണ്ട് 15 മിനിറ്റ് നേരത്തേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ 7 മണിയായപ്പോൾ വർക്കിന് ഇറങ്ങിയിട്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഊബറിന് ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ CNG 2 കട്ട കുറവുണ്ട്. ഇന്നലെ CNG അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ചിട്ട് ഒരു 12 കിലോമീറ്റർ ഓടിയിട്ട് ഇന്നലെ. ബില്ല് 92 കിലോമീറ്റർ ആട്ടോ. അത് മിന്നാന്ന് നമ്മൾ ഓടിയതാണ്. മിന്നാന്ന് നമ്മൾ കുറച്ച് നേരം ഓടിയിട്ടുള്ളൂ. അപ്പോൾ അത് 0 ആക്കിയിട്ടുണ്ട്. പെട്രോൾ ഒരു കട്ടുണ്ട്. ഊബർ ഓൺ ആക്കിയപ്പോഴേ ഫസ്റ്റ് ഒരു മേച്ച് ട്രിപ്പ് അക്സെപ്റ്റ് ആയിട്ടോ. കച്ചേരിപ്പടിക്കൊക്കെയാണ് കവിത. നമ്മളെ എവിടെ നിന്നാണ് പിക്കപ്പ്? ചിറക്കപ്പടി ഹൗസ് എന്നാണ് പിക്കപ്പ് പോയിന്റ് കാണിക്കുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ? 1.9 കിലോമീറ്റർ കേട്ടോ. വല്ല ഷോർട്ടും ഉണ്ടോ? ഷോർട്ട് ഒന്നുണ്ട്. അത് നമ്മൾ വണ്ടി നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് പോരണം. അതിപ്പോൾ ഇനി തിരിക്കുമ്പോഴത്തേനൊക്കെ സമയം ഒരുപാടാവും. പിന്നെ വലിയ ഷോർട്ടൊന്നും അല്ല, അതുകൊണ്ട് നേരെ പോവാം. നമ്മൾ ആ കൊല്ലംകുടിമുകൾ ഭാഗത്തു നിന്നാണ് കേട്ടോ പിക്കപ്പ്. നമ്മളെ അത്താണി റോട്ടിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അങ്ങനെ നമ്മൾ പിക്കപ്പ് പോയിന്റിലേക്ക് എത്തിയിട്ടോ. ഇനി ഒരു 60 മീറ്ററും കൂടി ഉള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ കസ്റ്റമറെ കാണുന്നതാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ കൈനീട്ട ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. 198 രൂപ കേട്ടോ നമുക്ക് അതിന് കിട്ടിയത്. ഇപ്പോൾ നമ്മളിവിടെ സമൃദ്ധിൻ്റെ അവിടെയാണ് ഉള്ളത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 2 ലേഡീസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണോ പുറത്തേക്ക് പോകണോ എന്നിങ്ങനെ ആലോചിക്കണേ. 7:46 ആയിക്കണ സമയം. 8:30 വന്ദേ ഭാരത് ഉണ്ട്. അരമണിക്കൂറുണ്ട് സമയം. വന്ദേ ഭാരതിന് എന്തായാലും ട്രിപ്പ് അടിക്കും. പക്ഷേങ്കിൽ അരമണിക്കൂറോളം ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് കത്തരിക്കടവ് ആ ഭാഗത്തേക്ക് എവിടെയൊക്കെ പോവാം. അപ്പം തന്നെ ചിലപ്പോൾ ട്രിപ്പ് അടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാം 8:30 സമയമാകുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് ചായ കുടിക്കണം. എന്നാൽ പിന്നെ ആ പരിപാടി കഴിയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പം ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഏതായാലും നോക്കി നിന്നിട്ട് കാര്യമല്ല, വേഗം പോയിട്ട് ഫുഡ് ആയിക്കോട്ടെ. എന്നാൽ ആ പരിപാടി കഴിഞ്ഞിട്ടും ഫുഡ് കഴിച്ച് ഇറങ്ങിയൊക്കെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു വെങ്കട്ടച്ചലം കസ്റ്റമറെ പേരാണ്. അപ്പോൾ അത് പ്ലാറ്റ്ഫോം 2 എന്നാണ്. ഞാൻ വിളിച്ചു നോക്കി. അപ്പോൾ ആൾ അവിടെ തന്നെയാണ്, പ്ലാറ്റ്ഫോം 2 തന്നെയാണ് നിൽക്കുന്നത്. നമ്മളെ വന്ദേ ഭാരത് വരാനായിട്ടില്ല, 8:10 ആയിട്ടുള്ളൂ. ചെറിയൊരു ട്രിപ്പാട്ടോ. നമ്മളെ വടുതലക്കാണ് ഡ്രോപ്പ് ഉള്ളത്. 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, എടുത്ത് പോവാ. ഇനിയിപ്പോൾ മറ്റേന് 8:11 ആയിക്കോണു. ഒരു 20 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്താൽ നല്ല ചിലപ്പോൾ ട്രിപ്പ് കിട്ടും. ചിലപ്പോൾ വെയിറ്റ് ചെയ്തിട്ടും വന്ദേ ഭാരത് അടിക്കുന്ന ട്രിപ്പും ചിലപ്പോൾ ചെറുതന്നെ ആയിരിക്കും. അത് പറയാൻ പറ്റൂല. അപ്പോൾ ഏതായാലും പോയിട്ട് നമ്മളെ ഈ കസ്റ്റമറെ പോയി പിക്ക് ചെയ്യട്ടെ. ആള് നമ്മളെ റോട്ടിക്ക് ഇറങ്ങി നിന്നിക്കണം കേട്ടോ. ആ പച്ച പോയിന്റ് ഉണ്ടോ, അവിടെയാണ് ശരിക്കും പ്ലാറ്റ്ഫോം 2. പക്ഷെ അവിടേക്ക് വണ്ടി കയറൂല. ആളിപ്പോ ഹെഡ് ആ റോട്ടിക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ വടുതല ഭാഗത്തായിട്ടുള്ളത്. നമുക്ക് ആ മറ്റേ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ട്രിപ്പ് അടിച്ചതിന് ശേഷം 6 ട്രിപ്പ് നമുക്ക് ടോട്ടൽ അടിച്ച്. അതിൽ ഞാൻ 3 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 4ാമത്തെ പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ബാക്കി 2 ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്. ആദ്യം നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രിപ്പ് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു 300 രൂപയുടെ ട്രിപ്പ് അടിച്ചു. 309 രൂപയുടെ നോർത്ത് പറവൂർക്ക് 19 കിലോമീറ്റർ. അപ്പോൾ 300 രൂപ തീരെ റേറ്റ് ഇല്ല. ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു 2 കിലോമീറ്ററിൻ്റെ ട്രിപ്പ് അടിച്ച് അത് ഡ്രോപ്പ് ചെയ്ത്. അത് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളടുത്തേക്ക് പോയി. ആളടുത്തേക്ക് പോയപ്പോൾ വേറെ ഏതോ ഒരു ചെറിയൊരു ഹോട്ടൽ പോലത്തെ എന്തോണ് ഡെസ്റ്റിനേഷൻ കൊടുത്തിക്കണേ. ആൾ വേറെ ഏതൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ആൾ എന്നോട് ഇങ്ങനെ നിങ്ങൾ എവിടേക്കാണ് പോയത് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വർത്താനം. നമുക്ക് അതിലെ ലൊക്കേഷനിലേക്കല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ആൾ അറിയാം മൂസക്കുട്ടി റോഡാണോ കയറിയത്, മറ്റേ കുട്ടി റോഡാണോ കയറിയത്, നമുക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഇപ്പോൾ വിളിക്കാറുണ്ട്. ഞാനത് ക്യാൻസൽ ചെയ്ത്. കാരണം ആളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ പറയും. നമുക്ക് ആ സ്ഥലങ്ങളൊന്നും അറിയില്ല, ഉള്ളിൽ കൂടി പോയിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ ഊബറിൽ നല്ല സർജ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചു. ട്രിപ്പ് ഇതാ കസ്റ്റമർ ഇറങ്ങി വന്നിക്കണോ. അപ്പോൾ അവിടെ ബാക്കിലൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ആളിനോട് ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത ഉടനെ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു 5 മിനിറ്റ് കേട്ടോ, ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ മതിയാണ്. ഞാൻ പറഞ്ഞു പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോ നോക്കട്ടെ പറഞ്ഞു. അപ്പം അങ്ങനെ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആളിപ്പോൾ ഇങ്ങനെ റോട്ടിക്ക് ഇറങ്ങിക്കണമെന്ന് തോന്നണം കേട്ടോ. ഞാൻ ഏതായാലും അവിടെ പുറത്തിറങ്ങി നിൽക്കേണ്ട ഒരു ചേച്ചി, ഞാൻ ചെന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മൾ മറ്റേ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതിങ്ങനെ ചേച്ചി പറഞ്ഞു, ചേച്ചിൻ്റെ കുട്ടി പെട്ടെന്ന് എണീറ്റപ്പോൾ അതുകൊണ്ടാണ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് പിന്നെ നമുക്ക് വിഷയമല്ല. ഊബറിൽ നമുക്ക് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ അതിലുണ്ട്. പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റൊക്കെ ആയതിന് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ടോ. ഇവിടെ വൈറ്റില സിഗ്നലിലാണ് ഇപ്പോൾ ഉള്ളത്. സിഗ്നലിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ റാപ്പിഡോയിൽ ഇപ്പോൾ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കുഷി എന്നാണ് കേട്ടോ കസ്റ്റമറുടെ പേര്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഊബറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അക്കൗണ്ട് ശ്രദ്ധിക്കുക, അക്കൗണ്ട് 15 മിനിറ്റ് നേരത്തേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ മറ്റേ ഈ ട്രിപ്പ് ഉണ്ടല്ലോ, ഈ ചേച്ചിനെ കൊടുക്കുന്ന ട്രിപ്പ് പോരുമ്പോൾ തന്നെ ആദ്യം ഒരു ട്രിപ്പ് അടിച്ചു ഊബറിൽ. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്. 2ാമത് ബുക്ക് ചെയ്ത് വേറെ ആൾ, അതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ 3ാമതൊരു മേഘൻ്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ DLF കാക്കനാട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പിക്ക് ചെയ്യാൻ പോകാൻ നിൽക്കുക. അപ്പോൾ ഈ സിഗ്നലിൽ ഇങ്ങനെ നിൽക്കുക. 1.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. തൈക്കുടം ഭാഗത്തു നിന്നാണ് പിക്കപ്പ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റാപ്പിഡോയിൽ ആദ്യം ട്രിപ്പ് അടിച്ചു. 7 കിലോമീറ്ററിന് 150 രൂപ. അപ്പോൾ ഞാൻ എടുത്തില്ല. പിന്നെ ആ ട്രിപ്പ് തന്നെ കസ്റ്റമർ പൈസ കൂട്ടിയിട്ട് ഒന്നും കൂടി വിട്ടു. 220 രൂപ എന്തോ ആയി 7 കിലോമീറ്ററിന്. അപ്പോൾ ഞാൻ എടുത്ത്. അപ്പോൾ ഞാൻ മറ്റേ നമ്മളെ മേഘൻ്റെ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ 3 ട്രിപ്പ് അടുപ്പിച്ച് നമ്മൾ ഊബറിൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ
ഇങ്ങനെ ഒരു പ്രശ്നം വരും, അക്കൗണ്ട് ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞാണ്ട്. ഇതിൻ്റെ അത് ഒരു വട്ടം ഇങ്ങനെ ഹോൾഡ് ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ 2 ട്രിപ്പ് കഴിയുമ്പോൾ തന്നെ അവർ മെസ്സേജ് അയക്കും ഇനി ഒന്നും കൂടി ആയാലും ഹോൾഡ് ചെയ്യുമെന്ന്. പക്ഷേ എങ്കിൽ അടുത്ത ട്രിപ്പ് നമ്മൾ എടുത്ത് പോകലുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഹോൾഡ് ചെയ്യണത്. കുഴപ്പമില്ല, നമ്മൾ ഈ റാപ്പിഡോൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് 15 മിനിറ്റ് കംപ്ലീറ്റ് ആവും. ഇത് ഈ റാപ്പിഡോൻ്റെ ട്രിപ്പ് ഞാൻ എടുത്തത് പിക്കപ്പും കുറവാണ്, 210 മീറ്റർ ഉള്ളൂ. അതായത് നമ്മൾ ഈ സിഗ്നലിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ അടുത്തേക്ക് എത്തും. ഡ്രോപ്പും വലിയ ദൂരമല്ലല്ലോ, ആകെ 7 കിലോമീറ്റർ ഉള്ളൂ. അതിന് തന്നെ നമുക്ക് 220 രൂപേൻ്റെ അടുത്ത് കിട്ടും. മറ്റേത് കാക്കനാട് DLFിൻ്റെ അടുത്ത് പോകണം, നല്ല ബ്ലോക്ക് ഉണ്ടാവും ഈ സമയത്തൊക്കെ. എന്നിട്ട് 210 തോന്നുന്നുണ്ട് കണ്ടത്, അത് അത്ര കിട്ടൂല, ബാക്കി കുറച്ച് ടാക്സും പോയിട്ട് അങ്ങനെ പോകും. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ നേവൽ ബേസിക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പാസ് എടുക്കണം. പാസ് എടുക്കാൻ വേണ്ടി കുറേ ടൈം ലേറ്റായി. അപ്പോൾ അങ്ങനെ കുറേ ലേറ്റ് ആയതുകൊണ്ട് 220 ഉള്ള 295 ആയിട്ടുണ്ട്, കുറച്ച് കൂടിയിട്ടുണ്ട് പൈസ. അപ്പോൾ ഇതിന് ഊബർ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ല വാർത്ത എന്ന് പറഞ്ഞാണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ വീണ്ടും സജീവമാക്കിയെന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ ഇതിന് 15 മിനിറ്റ് കഴിഞ്ഞു ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഇതിന്. അപ്പോൾ ഊബർ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ടാവും. ഊബർ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കട്ടെ കേട്ടോ, എന്തായിക്കോണെന്ന് നോക്കി നോക്കട്ടെ. മെസ്സേജൊക്കെ വന്നിട്ടുണ്ട് ഓപ്പൺ ആയിക്കോണെന്നൊക്കെ പറഞ്ഞാണ്ട്. ഓക്കെ, അപ്പോൾ ഊബർ ഓപ്പൺ ആയിട്ടോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ആവുകയും ചെയ്തു, ഓപ്പൺ ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ ലൈസൻസ് അവിടെ സെക്യൂരിറ്റിൻ്റെ കയ്യിലാണ്. ഈ സാധനം കൊടുത്തിട്ട് വേണം എൻ്റെ ലൈസൻസ് തിരിച്ച് വാങ്ങാൻ. കുറേ പണികളാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളെ ID കാർഡ് അവിടെയാണ്. അപ്പോൾ ഈ പേപ്പർ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം നമ്മളെ ID കാർഡ് വാങ്ങാൻ. ലൈസൻസ് ആട്ടോ കൊടുത്തിക്കണേ, അപ്പോൾ പോയിട്ട് വാങ്ങിക്കൊണ്ടിട്ടെ. നമ്മളെ ലൈസൻസ് കിട്ടിട്ടോ, മറ്റേ പേപ്പറാണ് കൊടുത്തു, ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടാൻ വേണ്ടി വലിയ പണി ഉണ്ടായില്ല, പേപ്പർ കൊണ്ടുപോയി കൊടുത്തപ്പോൾ തന്നെ സാധനം എടുത്തു തന്നെ. മറ്റേത് ആ പേപ്പർ എഴുതാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്, സാധനം എടുക്കാൻ നമുക്ക് ക്യൂ ഒന്നുമില്ല, വേഗം കൊണ്ടുപോയി കൊടുത്ത് വാങ്ങിക്കൊടുത്ത്. 12 സമയപ്പോഴേ നമ്മൾ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഊബറിൽ നമ്മൾ 5 ട്രിപ്പായിട്ടാണ് ടോട്ടൽ ഓടിയത്. നമ്മളെ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൻ്റെ അവിടെ ആയിട്ടുള്ളത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലേ ചെറിയൊരു വീട്ടിലെ ബോർഡ് കണ്ടു ഞാൻ. അപ്പോൾ ഏതായാലും ഇപ്പോൾ 12 സമയമായിട്ടുണ്ടെന്ന്, പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഓട്ടമൊന്നുമില്ല. ഇതാട്ടോ നമ്മളെ വീട്ടിലോണ്. അപ്പോൾ ഫ്രണ്ടില് എന്തോ കത്തിപ്പിടിച്ചോണ്ട് ഇവിടെ മരത്തിന്റെ അടിയിൽ എന്തോ ചപ്പും ചവറും കത്തിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ 12:50 നമ്മൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം എടുത്തു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി ലേറ്റായി ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അവിടെ ചോറായിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഊബറും യാത്രി റാപ്പിഡൊക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. 12:53 സമയം. ഒരു 1:30 വരെ ഇവിടെ ഇങ്ങനെ ഇരുന്നോക്കട്ടെ, കുറച്ചേരം വിശ്രമിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിച്ചില്ലാന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് പോകേണ്ടി വരും ഇവിടുന്ന്. 1 മണിയായപ്പോൾ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ. റാപ്പിഡോലാണ് അടിച്ച് 270 രൂപ ഉണ്ട്, 13 കിലോമീറ്റർ ഉള്ളൂ. വേഗം ഊബർ ഓഫ് ചെയ്യട്ടെ. നല്ലൊരു ട്രിപ്പാണ്. അത് എവിടുക്ക ഡ്രോപ്പ് ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ പിക്കപ്പ് പോയിന്റിൽ എത്തിട്ടോ. ഈ ഒരു വീട്ടിൽ നിന്നാണ് കസ്റ്റമർ വരാനുള്ളത്. അപ്പോൾ ആളിപ്പോൾ 1 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെ റോട്ടിലെത്തിയപ്പോൾ ഇവിടെ ആളെ കാണാത്തതുകൊണ്ട് ഇത് പല ഫേക്ക് ട്രിപ്പാണെന്ന് വിചാരിച്ചു. അപ്പോൾ ജെനുവിനാണ്, ആള് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നവോദയ ജംഗ്ഷനിലായിട്ടുള്ളത്. മറ്റേ കൊച്ചിൻ്റെ ട്രിപ്പിനെ ശരി, അത് റാപ്പിഡോയിലാണല്ലോ പോകുന്നത്. അത് നമ്മളെ ലിസി ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇതിന് നമുക്ക് 252 രൂപ ആയിട്ട് കിട്ടിയത്. 13.39 കിലോമീറ്ററാണ് ഓടിയത്. അപ്പോൾ നമ്മൾ റീചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ്ടോ റീചാർജ് പ്ലാൻ ആസ് എക്സ്പയർഡ്. അപ്പോൾ അത് റീചാർജ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു ഊബറിൽ. നമ്മളെ ഷീമാട്ടിന്നാണ് അടിച്ചത്. അതാണ് ഈ തേവക്കൽക്കല്ല, നമ്മളെ ഇൻഡസ് പടമുകളിൻ്റെ അവിടേക്കാണ് അടിച്ചത് ട്രിപ്പ്. അപ്പോൾ അത് 2 ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലേഡി അവിടെ ഇറങ്ങി. അപ്പോൾ അടുത്ത ലേഡിക്ക് ഇങ്ങോട്ട് വരണം. അപ്പോൾ എന്നോട് ഇതിൽ എത്ര റേറ്റ് ആവും ചോദിച്ച് അങ്ങനെ ഊബറിലെ റേറ്റ് നോക്കിയിട്ട് അതങ്ങനെ പേഴ്സണൽ ആക്കിയിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിവിടെ നവോദയ ജംഗ്ഷൻ എത്തിയത്. നമ്മൾ റാപ്പിഡോൻ്റെ റീചാർജ് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുന്നതിനിടയിലാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. അപ്പോൾ അത് വേണം ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ റാപ്പിഡോൻ്റെ റീചാർജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി യാത്രി ഓഫ്ലൈൻ ആക്കിക്കാം. ഞാൻ ഊബർ ഓഫ്ലൈൻ ആക്കിക്കാണ്, അത് ഓൺ ആക്കിയിട്ടില്ല. കാരണം പേഴ്സണൽ ആക്കിയിട്ടാണല്ലോ പോകുന്നത് ഇപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പ്. അപ്പോൾ ഞാൻ ഓണാക്കാൻ മറന്നിക്കണം, ഓണാക്കട്ടെ. ഒരു 5 മണി സമയപ്പോഴേ നമ്മൾ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ ഓടിയത് 7 ട്രിപ്പാട്ടോ. 1000 രൂപക്കാണ് ഇന്ന് ഏൺ ചെയ്തത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുന്നത്തേരിക്കാണ്. നമ്മളെ കുന്നത്തേരി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടോ, വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങാടിയിലെ വണ്ടിയുടെ സ്ഥലമില്ല, ഈവനിങ് ആയതുകൊണ്ടേ എല്ലാവരും പാടെ ഇറങ്ങിക്കണം. അവിടെ ആലുവ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് ആട്ടോ. അതിനനുസരിച്ച് ഇപ്പോൾ സർജും കാണിക്കുന്നുണ്ട്. അതിനോട് പോയിരുന്ന വയ്ക്കാൻ നമുക്ക് ഇങ്ങോട്ട് കുന്നത്തേരിക്ക് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരുമ്പോൾ തന്നെ ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ആലുവ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടോ തോന്നുന്നു. പോലീസ് വണ്ടിയൊക്കെ ഇങ്ങനെ റോട്ടിലൊക്കെ വിലങ്ങനെ ഇട്ടുവെക്കണം. എന്ത് സംഭവം എന്നറിയില്ല. നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വർക്കിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ CNG അടിച്ചിട്ട് ഇറങ്ങുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറങ്ങൂല. ഇന്നെന്താ മഹാബൂസിലാരെ പുറത്തു കൂടെയൊക്കെയാണല്ലോ നടക്കണത്. ഞാൻ നോക്കുമ്പോൾ ഇത് അതിൽ കൂടി ഇങ്ങനെ കയ്യിൽ നീട്ടി നടക്കേണ്ട ആൾ. നമ്മൾ ഒരു 7:30 സമയമായപ്പോൾ ഊബറും റാപ്പിഡൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറോളം ആയപ്പോൾ വണ്ടി കയറി ഇരിക്കണം. ഞാൻ നോക്കിയപ്പോൾ നേരത്തെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈറ്റിലൊക്കെ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ 1 മണിക്കൂർ അതിൻ്റെ മേലേക്കൊക്കെ സമയം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഊബർ ഓണാക്കാതെ വെച്ചത്. ഇനി എന്തായാലും ഒരു 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഓടും. എന്തായാലും ഒന്ന് ഓടുന്നുണ്ട്. 2 ട്രിപ്പ് ആയാലും നമ്മൾ എടുക്കണം. കൂടുതലൊന്നും പറയുന്നില്ല, ചിലപ്പോൾ നടക്കൂല. അപ്പോൾ 7:33 ആയിട്ടുള്ളത്. ഒരു 10 മണി വരെയൊക്കെ ഓടാം.
അപ്പോൾ ഞാൻ ഇപ്പോൾ ഓണാക്കിയിട്ടുള്ളൂ 7:33 ഒരു 7:45 7:50 8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോവാം. ഇപ്പോഴാണല്ലോ ഓണാക്കണത്. ഇനി ഇവിടുന്ന് ട്രിപ്പ് അടിക്കണ്ടോ ഇല്ല നോക്കണം. അപ്പോൾ യാത്രയും പാടെ ഓണാക്കട്ടെ. ഈ സമയമായതുകൊണ്ടേ ചിലപ്പോൾ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഏതിലേലും ഒന്ന് കിട്ടിയാലും ഇവിടുന്ന് രക്ഷപ്പെടാമല്ലോ. ഇപ്പോൾ നമ്മൾ കുന്നത്തേരിയിലാട്ടുള്ളത്. അങ്ങനെ സമയം ഒരു 7:45 നമുക്കൊരു റെക്സി ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ആലുവക്കാണ്. 7 കിലോമീറ്റർ എന്തോ ആണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ 1.5 കിലോമീറ്റർ ആട്ടോ പിക്കപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ റെക്സിന് പോയി പിക്കട്ടെ. നമ്മുടെ പൈപ്പിലെ റോട്ടുമ്പോൾ തന്നെയാണ്. നമ്മളെ ഗ്ലാസ് മൂടിയൊക്കെ വെള്ളമുണ്ട് കേട്ടോ. അത് അപ്പുറത്തെ വീട്ടിൽ നിന്നേ ആ താത്ത അവിടെ ചെടി നനക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിൽ ഞാൻ ഉള്ളത് അറിഞ്ഞുകൂടോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ആളെ വീടിൻ്റെ മുമ്പിലാണല്ലോ നമ്മൾ വണ്ടി എടുത്തിക്കണേ. കുറച്ച് വെള്ളമല്ലേ അല്ലേ. അയ്യോ ഞാൻ നമ്മളെ CNG കഴിഞ്ഞ കാര്യം മറന്നു കേട്ടോ. ട്രിപ്പ് അടിച്ചപ്പോഴാണ് ഓർമ്മ കിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ. CNG മിന്നിക്കളിക്കാണ്. നമ്മളെ എറണാകുളം ഭാഗത്ത് കിട്ടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് CNG അടിക്കാൻ. ഇതിപ്പോൾ ആലുവ ഭാഗത്തേക്കാണ് അടിച്ചത്. ആലുവ റെയിൽവേക്കായിരിക്കും എന്തായാലും. ഇപ്പം ഇനി ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാൽ ഇനി ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ബർഗറാണ് കഴിക്കണത്. ബർഗർ ചിക്കൻ ചില്ലി ബർഗറും മിൻറ്റ് മൊജിറ്റോയും ഗ്രീൻ ആപ്പിൾ മൊജിറ്റോയും ആട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത്. സാധനം പറ്റേ അങ്ങനെ ഒരു 10:30 സമയപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്നു കേട്ടോ. CNG അടിച്ചിട്ട് ഇപ്പോൾ 3 കിലോമീറ്റർ ഓടിയിട്ടോ. ഇന്ന് ബിയിൽ നമ്മൾ 145 കിലോമീറ്റർ കേട്ടോ ടോട്ടൽ ഓടിയത്. ഒരു ഘട്ടം CNG ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ആകെ ചളി കേട്ടോ. കുറേ ദിവസമായി ഇപ്പോൾ വണ്ടി കഴുകിയിട്ട്. ഏതായാലും നാളിമ്പാട് ഓടിയിട്ട് മറ്റന്നാൾ ഞായറാഴ്ച നമ്മൾ ഷോറൂമിൽ കൊടുക്കും. ഞായറാഴ്ച ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോറൂം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഓക്കെ ഗൈസ്, നാളെ കാണാം.